കാസർഗോഡ് ഡിസ്ട്രിക്റ്റിലുള്ള മുസ്ലിം ഫാമിലികളിൽ നടക്കുന്ന ചില ആചാരങ്ങളെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. പണ്ട് മുതലേ നടക്കുന്ന ഒരു സംഭവമാണ് അത്. എനിക്ക് തോന്നുന്നു നീലേശ്വരത്തിന് ഇപ്പുറം, നീലേശ്വരത്തിന് പിന്നെ തെക്കോട്ട്, വടക്കോട്ടില്ല തെക്കോട്ട് ഭാഗത്തേക്ക്, അതായത് കണ്ണൂർ ഭാഗങ്ങളിലേക്കാണ് ഇത് കൂടുതലായിട്ടുള്ളത്. അതായത് വീടുകളിൽ ഇത് ചെയ്യാൻ കാരണം ഞാനൊരു വീഡിയോ കണ്ടു, ഒരു ലേഡി ചെയ്ത ഒരു വീഡിയോ കണ്ടു. അത് കണ്ടപ്പോൾ ഞാൻ വർഷങ്ങളായി ഞാൻ മനസ്സിൽ വിചാരിക്കുന്നു, ഞാൻ നമ്മുടെ വൈഫിൻ്റെ വീടുകളിലൊക്കെ പറയുന്നതായിട്ടുള്ളൊരു കാര്യം ആണിത്. അപ്പോൾ അവരോട് തന്നെ പലതവണ പറഞ്ഞിട്ടുള്ള കാര്യം, അതായത് ഭക്ഷണം കഴിക്കുമ്പോൾ ഈ ആണുങ്ങൾ ആദ്യം ഭക്ഷണം കഴിക്കുന്ന ഒരു സമ്പ്രദായം ഈ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ വീടുകളിലുണ്ട്. അത് അവർക്ക് ആണുങ്ങൾക്കാണ് ആദ്യം ഭക്ഷണം കൊടുക്കുക. ഞാൻ ഇവരോടൊക്കെ ഇപ്പോൾ എല്ലാ കാലങ്ങളിലും പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. കാരണം വിശപ്പ് എല്ലാവർക്കും ഒരുപോലെയാണ്. ഇസ്ലാമിൻ്റെ ഒരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് തന്നെ എന്താണ്, എല്ലാവരും ഒരു കുടുംബത്തിലെല്ലാവരും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം എന്നുള്ളത്. അതിന് പകരം ഈ ഭാഗങ്ങളിലുള്ള ഫാമിലികൾ കാണുന്ന നേരെ തിരിച്ചാണ്. ആണുങ്ങൾ ആദ്യം ഭക്ഷണം കഴിക്കുന്നു, പെണ്ണുങ്ങൾ ഇത് വായി നോക്കിയിരിക്കുന്നു, അവസാനം എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ പിന്നെ കഴിക്കുന്നു. അപ്പം ഞാൻ എൻ്റെ മക്കളോടും ഒക്കെ പറഞ്ഞു, നിങ്ങൾ എപ്പോഴും, കാരണം നമ്മുടെ ഫാമിലിയിൽ എങ്ങനെയായിരുന്നു, നമ്മുടെ വാപ്പ ഉമ്മ നമ്മൾ സഹോദരങ്ങളൊക്കെ ഭക്ഷണം കഴിക്കുന്നു, ഒന്നിച്ചായിരുന്നു ഭക്ഷണം കഴിക്കുന്നത്. അപ്പം നമ്മൾ ഈ വൈഫിൻ്റെ വീടുകളിൽ വന്നപ്പോഴാണ് ഇങ്ങനത്തെ ഈ ഒരു സിസ്റ്റം ആദ്യമായിട്ട് കാണുന്നു, അത് പിന്നെ എക്സ്പീരിയൻസ് ചെയ്യുന്നു. അപ്പം നമുക്കത് ശരിക്കും പറഞ്ഞാൽ വല്ലാത്തൊരു അസ്വസ്ഥയും ഒരു ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു. അപ്പം ഞാൻ എൻ്റെ മക്കളോടാണെങ്കിൽ പറഞ്ഞു വെച്ചാൽ, നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാം. നിങ്ങൾക്ക് വിശക്കുന്നതിന് നിങ്ങൾ നേരത്തെ എടുത്ത് കഴിച്ചോ, അല്ലാണ്ട് മറ്റാരും കാത്തു നിൽക്കേണ്ട ആവശ്യം, നിങ്ങൾക്ക് വിശക്കുന്നതിന് നിങ്ങൾ കഴിക്കാം. അപ്പോൾ ഈ ഒരു സിസ്റ്റം ശരിക്കും പറഞ്ഞാൽ ഒഴിവാക്കേണ്ടതാണ്. ഞാനിത് പല പ്രാവശ്യം വീടുകളിൽ പറഞ്ഞിട്ടുണ്ട്. ഞാനത് അവരോട് പറഞ്ഞ വെച്ചാൽ, നിങ്ങൾ എന്നെ ഒരിക്കലും കാത്തിരിക്കേണ്ട ആവശ്യമില്ല. നമ്മളിപ്പോൾ എവിടെ പുറത്ത് പോയത് വരാൻ വേണ്ടി കാത്തിരിക്കുക, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നമ്മുടെ ഭക്ഷണം കഴിക്കുക എന്ന് വരെ കാത്തിരിക്കുക. എല്ലാവരും ഒന്നിച്ചിരുന്ന് കഴിക്കുമ്പോൾ എന്ത് രസമുണ്ടല്ലേ. അത് പല ഗുണമുണ്ട്. നമുക്ക് ഉള്ള ഫുഡിനെ നമുക്ക് ഇങ്ങനെ ഉള്ളതുകൊണ്ട് എല്ലാവരും കഴിക്കാൻ പറ്റും. മറ്റു ചിലപ്പോൾ തികയാതാവും, അങ്ങനത്തെ ഒന്നും പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ ഇതിനൊക്കെ ഒരു മാറ്റം വരണം. പക്ഷേ ഇപ്പോഴത്തെ ന്യൂജൻ തലമുറ അതൊക്കെ മാറ്റം വരുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഈ പഴയ ജനറേഷൻ ഇപ്പോഴും ആ ഒരു ഇദ്ദേഹത്തിൽ കടിച്ചു നോക്കുന്നൊരവസ്ഥയുണ്ട്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ലേഡ് ചെയ്ത വീഡിയോ കണ്ടപ്പം അത് ഇതിനോടൊപ്പം എനിക്ക് അതിന് പറയണമെന്ന് തോന്നി. കാരണം സ്ത്രീകൾക്കാണ് അത് കൂടുതൽ, ഇത് അനുഭവിക്കുന്ന സ്ത്രീകൾക്ക്, ഇതിനോട് എതിരഭിപ്രായമുള്ള സ്ത്രീകൾക്ക് കൂടുതൽ പറയാനുണ്ട്. കൃത്യമായിട്ട് അവർ ആ ലേഡി ആ വീഡിയോയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങളത് കണ്ടു നോക്കും. സംഭവം പറഞ്ഞ് വളരെ കറക്റ്റാണ്. ചെറിയ മുതലേ ഞാൻ കാണുന്നതും കേൾക്കുന്ന ഒരു കാര്യമാണ്, എല്ലാ നാട്ടിലും ഉണ്ടോ എന്നുള്ളതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇപ്പൊ നമ്മളെ പുരയിലോ ഏതും കുടുംബക്കാരെ പുരയിലോ എന്തെങ്കിലും പരിപാടികളുണ്ടെങ്കിൽ ഭക്ഷണം കഴിക്കാൻ നേരം ഏതെങ്കിലും ഒരു അമ്മായി പറയാൻ നിൽക്കാം, ആണുങ്ങൾക്ക് ആദ്യം വെച്ച് കൊടുക്കുക, എന്നിട്ട് പെണ്ണുങ്ങൾക്ക് തിന്നാൻ എന്ന് പറഞ്ഞിട്ട് ആണുങ്ങൾക്ക് ഫസ്റ്റ് വെച്ച് കൊടുക്കും. അതും അല്ലെങ്കിൽ മെയിനായിട്ടുള്ള ടേബിൾ മേലെ ആണുങ്ങൾക്ക് വെച്ച് കൊടുക്കുക, പെണ്ണുങ്ങൾക്ക് ബയ്യാപ്പുറത്ത് തിന്നാന്ന് അറിയും. ചമ്മക്കെല്ലാം ബയ്യാപ്പുറത്ത് തരും. അതും എന്തെങ്കിലും സ്പെഷ്യൽ സാധനം എല്ലാം ഉണ്ടെങ്കിൽ ആണുങ്ങൾക്ക് വെച്ച് കൊടുക്കുള്ളൂ. എന്നിട്ട് പിന്നെ ഓല് തിന്നിട്ട് ബാക്കി ഉണ്ടെങ്കിലാണ് നമ്മൾ തിന്നാൻ. എന്നിട്ട് ചിലപ്പോൾ ഓല് തിന്നിട്ടുള്ള ബാക്കി ഉണ്ടാവില്ല, നമ്മളിങ്ങനെ നോക്കിക്കും. നമ്മൾ ഉണ്ടാക്കി വെക്കുമ്പോൾ അങ്ങനത്തെ ഇപ്പോൾ വലിയ കോഴി ഫുള്ള് പൊരിച്ചതോ അല്ലെങ്കിൽ നിർത്തി പൊരിച്ചതോ അല്ലെങ്കിൽ കോഴി കടത്തി പൊരിച്ചതോ അങ്ങനത്തെ കുറേ സാധനങ്ങളെല്ലാം ഉണ്ടാവില്ലേ, അല്ലെങ്കിൽ കരിമീൻ പൊരിച്ചതോ അല്ലെങ്കിൽ വലിയ മീൻ പൊരിച്ചതോ പിന്നെ അങ്ങനത്തെ സംഭവമല്ലോ അതെല്ലാം ആണുങ്ങൾക്ക് അങ്ങ് വെച്ച് കൊടുക്കും ആദ്യം. എന്നിട്ട് അമ്മക്ക് തിന്നാനുണ്ടാവില്ല. ലാസ്റ്റ് നോക്കുമ്പോൾ നമുക്ക് മുള്ള കിട്ടുക. പിന്നെ കുറെ ഉണ്ടാക്കി വെച്ചാൽ ആ ഫുള്ള് അവർക്ക് ടേബിൾ മേലെ അടക്കം ഉണ്ടാക്കി കൊടുക്കും. എല്ലാം ഞാൻ ചെയ്യട്ടെ, അത് പെണ്ണുങ്ങൾക്ക് എന്താ ടേബിൾ മേലെ ഒന്നും കുത്തിന്നാൽ അങ്ങ് ഇറങ്ങൂല. ഭക്ഷണം അന്റെ ഓല പോലത്തെ പള്ളേനല്ല നമ്മളെയും വ്യത്യാസം ഉണ്ടാ, പള്ളക്ക് അയച്ച ഉണ്ടാടുന്നത് കുറെ ആണെങ്കിൽ എനിക്ക് കിടാൻ പോലത്തെ കുറെ എണ്ണം. അപ്പൊ പെണ്ണുങ്ങൾ ഫസ്റ്റ് എന്നാൽ എന്താ വെട്ടിക്കളിക ആരെങ്കിലും കുറെ അമ്മായി പറയും എനിക്ക്. എന്റെ നാട്ടിലുള്ള പ്രശ്നമായത്, നിങ്ങളുടെ നാട്ടിലെല്ലാം ഉണ്ടോ എന്നുള്ള എനിക്കറിഞ്ഞൂടെ. പക്ഷെ എന്റെ നാട്ടിലുള്ള പ്രശ്നം എന്ത് പരിപാടി ഉണ്ടെങ്കിൽ ഫസ്റ്റ് പറയും ആണുങ്ങൾക്ക് ഫസ്റ്റ് വെച്ചെടുക്കുക, ആണുങ്ങൾ എന്നിട്ട് പെണ്ണ് വെക്കുന്ന എന്താ ഇവർക്ക് നേരം വെളുത്തിക്കില്ലേ. അപ്പൊ പെണ്ണുങ്ങൾക്ക് വേണ്ടിട്ട് എപ്പം നോക്കിയാലും ഒരു ബയ്യാപ്പത്ത് കസേരയും കൊണ്ടിടല. ഒരു കാര്യം ആണുങ്ങൾക്ക് കസേര എടുത്തിട്ടൂടെ ബയ്യാപ്പത്ത്, ചമ്മക്ക് എല്ലാവർക്കും ബാഗെല്ലാം കുത്തിരിക്കാം. എന്താന്നല്ലേ ദേഷ്യം വരുന്നുണ്ട് എനിക്ക്. അത് ഓല തിന്നാലും നമ്മളിങ്ങനെ കാത്തു കുത്തിരിക്കാനാ, പൈക്കൊന്നുമില്ലേ. എന്നെ കൊണ്ടൊന്നും കഴിയൂല ഇങ്ങനെ കാത്തൊന്നും കുത്തിരിക്കാൻ. എനിക്ക് ഫസ്റ്റ് തിന്നണം. കുറെ ടീംസ് എനിക്ക്. നിങ്ങളെ എല്ലാവരും നാട്ടിലെല്ലാം ഇങ്ങനെയാന്നോ? ആണുങ്ങൾ ആദ്യം തിന്നിട്ട് പെണ്ണുങ്ങൾക്ക് ഇരിക്കാന്നു, പിന്നെ ആണുങ്ങൾക്ക് ആദ്യം കൊണ്ടാച്ചു കൊടുക്കുക, എന്നിട്ട് പെണ്ണുങ്ങൾക്ക് ബാക്കി ഉണ്ടെങ്കിൽ തിന്നാന്നു, അല്ലെങ്കിൽ ആണുങ്ങൾക്ക് അപ്പുറം വെച്ച് കൊടുക്കുക, നമുക്ക് വയ്യപ്പുറത്ത് തിന്നോ അല്ലെങ്കിൽ അടുക്കളയിൽ നിന്ന് തിന്നോ അങ്ങനെയെല്ലാം പറയുന്ന ടീംസ് ഉണ്ടാ. ഇന്നും നേരം വെക്കാത്ത ഇങ്ങനെയുള്ള അമ്മായിമാരോട് എനിക്ക് പറയാനുള്ളത് വേറെ ഒന്നുമല്ല, ഇങ്ങനെ നിങ്ങൾക്ക് മാറ്റി ഫസ്റ്റ് ഓലിക്കെല്ലാം തിന്നാൻ കൊടുക്കണമെന്ന് പൂതി ഉണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്ത് നിങ്ങൾ എല്ലാവരും തിന്നാ എനിക്ക് തിന്നാ മതി.
അതിന് ബാക്കിയുള്ളവരും കൂടി ഇറങ്ങാനൊക്കെ ആരൊന്നുമില്ലല്ലോ. ഞാൻ ഫസ്റ്റ് തന്നെ പോയി അങ്ങ് തോന്നിച്ച് നിങ്ങൾക്കൊന്നും തിന്നാൻ കിട്ടരുത്, എന്നാലേ നിങ്ങളെല്ലാം പഠിക്കുള്ളൂ. ഓരോരു കാട്ടം പോലത്തെ നിയമം ഉണ്ടാക്കുന്നത്. ആണുങ്ങൾക്കൊരു പ്രശ്നമില്ല, പെണ്ണുങ്ങൾക്കാ സുഖട്. അപ്പോൾ വീഡിയോ എല്ലാവരും കണ്ടല്ലോ. അപ്പോൾ നമ്മുടെ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ മുസ്ലിം ഫാമിലികളിൽ ഇത്തരം അനാചാരങ്ങൾ ഒഴിവാക്കുക. എല്ലാവരും ഒന്നിച്ചിരുന്ന് സന്തോഷത്തോടെ ഭക്ഷണം കഴിക്കുക. നല്ലൊരു ജീവിത രീതി നമ്മൾ നടപ്പിൽ വരുത്തുക. ബൈ.